ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഏഴാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് നാളെ ഇംഗ്ലീഷാണ് ഓണം എക്സാം. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യത്തെ ചോദ്യം, ഡയറി എൻട്രി ഓഫ് റിക്കി ഓൺ ദ നൈറ്റ് ഹി സോ ദ റോബോട്ട് സ്റ്റീലിംഗ് ഹിസ് തിങ്സ്. അപ്പോൾ എന്താണ്, ഒരു ദിവസം റിക്കി കണ്ടു റിക്കിയുടെ സാധനങ്ങളൊക്കെ നമ്മുടെ റോബോട്ട് എടുക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഡയറി എൻട്രി പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് ഡയറി എഴുതുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ബോക്സിലാക്കിയിട്ട് ഡേറ്റ് ഒക്കെ കൊടുത്തിട്ട് എഴുതുക. വേണമെങ്കിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യാം, ഡിയർ ഡയറി എന്നൊക്കെ കൊടുക്കാം. നമുക്ക് എഴുതി നോക്കാം. ടുനൈറ്റ് സംതിങ് റിയലി സ്ട്രേഞ്ച് ഹാപ്പൻഡ്. അപ്പോൾ ഇന്ന് എന്തോ സ്ട്രേഞ്ച് ആയിട്ട് എന്തോ നടന്നു. ഐ ഫൈനലി കോട്ട് ദ റോബോട്ട് ഇൻ ആക്ഷൻ. അപ്പോൾ എന്താണ്, ഈ റോബോട്ടിൻ്റെ ഒരു കാര്യം ഞാൻ കണ്ടു. ഐ ഹാഡ് ബീൻ സസ്പീഷ്യസ് ഫോർ എ വൈൽ ബിക്കോസ് മൈ ഫേവറേറ്റ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ വർ മിസ്സിങ് ആൻഡ് നോ മാറ്റർ ഹൗ മച്ച് ഐ സെർച്ച് ഐ കുഡിൻ ഫൈൻഡ് ദം. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ടും ഫുട്ബോളും ഒക്കെ മിസ്സിങ് ആയിരുന്നു. ഞാൻ അത് കിട്ടാൻ വേണ്ടി ഞാനത് തരുന്നിട്ട് ഒരുപാട് സമയം ചിലവഴിച്ചു. പക്ഷെ എനിക്കതെന്ത് ചെയ്തില്ല, എനിക്ക് കിട്ടിയില്ല. To my surprise, I saw it picking up my clothes and neatly placing them in the storeroom. It was so strange. അപ്പോൾ ഞാൻ ഇന്ന് കണ്ടു ഈ റോബോട്ട് എന്ത് ചെയ്യുന്നത്, ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റോർ റൂമിൽ മടക്കി വെക്കുന്നത് ഞാൻ കണ്ടു. It was so strange. Why would a robot take my things? എന്തുകൊണ്ടായിരിക്കാം എൻ്റെ സാധനങ്ങളൊക്കെ റോബോട്ട് എടുക്കുന്നുണ്ടാവുക? ഐ ഫീൽ ബോത്ത് സ്കെയർഡ് ആൻഡ് ക്യൂരിയസ്. എനിക്ക് കുറച്ച് പേടിയും അതുപോലെ തന്നെ അത്ഭുതവും തോന്നി. ഐ നീഡ് ടു ടെൽ മോം ആൻഡ് ഡാഡ് അബൌട്ട് ദിസ്. എന്ത് ചെയ്യണം, എനിക്ക് എൻ്റെ അമ്മനോടും അതുപോലെ അച്ഛനോടും ഇതിനെക്കുറിച്ച് പറയണം. ഐ ഹോപ്പ് ദേ ബിലീവ് മീ. അപ്പം ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു അവരെന്നെ വിശ്വസിക്കുന്നു എന്ന്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കി നോക്കാം. ഇമെയിൽ ടു അവർ ഫ്രണ്ട് ഡിസ്ക്രൈബിങ് ദ ന്യൂ റോബോട്ട്. അപ്പോൾ പുതിയ റോബോട്ടിന് പറയാൻ വേണ്ടിയിട്ടൊരു ഇമെയിലാണ്. അപ്പോൾ നമ്മൾ ഫ്രം ricky123@gmail.com ടു ഒരു ഫ്രണ്ടിൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. സബ്ജക്റ്റ് നമ്മൾ എന്താ കൊടുത്തത്, അവർ ന്യൂ റോബോട്ട് ബട്ട്ലർ എന്ന് കൊടുത്തു. എന്നാൽ നമ്മൾ കാര്യം എഴുതാൻ പോവാണ്. ഡിയർ റോബിൻ, ഗസ് വാട്ട്, വി ഗോട്ട് എ ന്യൂ റോബോട്ട് ബട്ട്ലർ അറ്റ് ഹോം. അപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ലെറ്ററിൽ ആദ്യം ഹൗ ആർ യു, ഹൗ ഈസ് യുവർ സ്റ്റഡീസ്, ഐ ഹോപ്പ് യു എൻജോയ് എവറിത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചെഴുതാം. എന്നിട്ട് രണ്ടാമത്തെ പാരഗ്രാഫായി നമ്മുടെ കാര്യം എഴുതാം. അതായത് ഈ പാരഗ്രാഫ് എഴുതുക. വി ഗോട്ട് എ ന്യൂ റോബോട്ട് ബട്ട്ലർ അറ്റ് ഹോം ആൻഡ് ഇറ്റ്സ് അമേസിങ്. ഇറ്റ്സ് സപ്പോസ് ടു ഹെൽപ്പ് വിത്ത് ഓൾ ദ ഹൗസ് വർക്ക് ലൈക്ക് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് ഈവൻ അയണിങ്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അടിപൊളി റോബോട്ടിന് കിട്ടിയിട്ടുണ്ട്. ആ റോബോട്ട് എന്താ എല്ലാ കാര്യവും ചെയ്യും. ഞങ്ങളുടെ വീട്ടിലത്തെ എല്ലാ ഹൗസ് വർക്ക് ലൈക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും അയണിങ്ങും എല്ലാം അത് ചെയ്യും. അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഇറ്റ് വാസ് ദ ബെസ്റ്റ് തിങ് എവർ ബിക്കോസ് ഇറ്റ് ക്ലീൻ മൈ റൂം വൈൽ ഐ സ്ലെപ്റ്റ്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ല സാധനം എന്നാണ്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ റൂമൊക്കെ വളരെ നീറ്റായിട്ട് അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ബട്ട് നൗ ഐ എം നോട്ട് ഷുവർ. പക്ഷേ ഇപ്പോൾ എനിക്ക് അത്ര ഷുവർ അല്ല. ഇറ്റ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് മൈ സ്റ്റഫ് ലൈക്ക് മൈ ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ ആൻഡ് ഹൈഡിങ് ദം. അതെന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ടീഷർട്ടും അതുപോലെ തന്നെ എൻ്റെ ഫുട്ബോളും ഒക്കെ എടുത്തിട്ട് അത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ഐ ഫോളോഡ് ഇറ്റ് ലാസ്റ്റ് നൈറ്റ് ആൻഡ് കോട്ട് ഇറ്റ് ഇൻ ദ ആക്ട്. അപ്പോൾ ലാസ്റ്റ് നൈറ്റ് ഞാൻ എന്ത് ചെയ്യണം, അതിനെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ അതിനെ പിടിച്ചു. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഗോട്ട് എ മൈൻഡ് ഓഫ് ഇറ്റ്സ് ഓൺ. ഐ കാൺട്ട് വെയിറ്റ് ടു ഫിഗർ ഔട്ട് വാട്ട്സ് ഗോയിങ് ഓൺ. ഐ വിൽ കീപ് യു അപ്ഡേറ്റഡ്. അപ്പോൾ എന്തുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടായി ഞാൻ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ടേക്ക് കെയർ റിക്കി എന്ന് പറഞ്ഞിട്ട് അതവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം, തോട്ട്സ് ഓഫ് റിക്കി വെൻ ദ റോബോട്ട് റെക്ടിഫൈഡ് ഇറ്റ്സ് ബിഹേവിയർ. അപ്പോൾ എന്താണ്, തോട്ട്സ് എഴുതാനാണ്. ഈ എന്താ പറയുക, റോബോട്ടിൻ്റെ ബിഹേവിയർ റെക്ടിഫൈ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന റിക്കിയുടെ തോട്ട്സ് എഴുതാനാണ്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. വൗ, ഐ നെവർ തോട്ട് എ റോബോട്ട് കുഡ് മേക്ക് എ റിയലൈസ് സോ മച്ച്. അറ്റ് ഫസ്റ്റ് ഐ വാസ് റിയലി ആംഗ്രി അറ്റ് ദ റോബോട്ട് ഫോർ ടേക്കിംഗ് മൈ തിങ്സ്. അപ്പോൾ ആദ്യം എന്താ, എൻ്റെ സാധനങ്ങളൊക്കെ റോബോട്ട് എടുത്തപ്പോൾ എനിക്ക് ഒരുപാട് ദേഷ്യം വന്നിരുന്നു. ഐ ഈവൻ വാണ്ടഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. എനിക്കെന്താ ആദ്യം നിന്ന് എങ്ങനെയും ഒന്ന് പുറത്തേക്ക് കടന്നാൽ മതി, അങ്ങനെയായിരുന്നു. ബട്ട് നൗ
that I understand why it was doing that. പക്ഷേ ഇപ്പോൾ എനിക്ക് അത് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. I feel a bit ashamed. എനിക്ക് എന്താ കുറച്ച് നാണൊക്കെ വന്നു. The robot thought my stuff was junk because I left it lying around carelessly. It wasn't broken or faulty. It was just trying to be efficient. അപ്പോൾ ഈ റോബോട്ട് എന്താ ഫോൾട്ട് ഒന്നുമല്ല, റോബോട്ട് എന്ത് ചെയ്യാനാണ്, ജസ്റ്റ് എഫിഷ്യൻ്റ് ആവാനാണ് നോക്കുന്നത്. I guess I needed this lesson to start taking better care of my things. എന്താണ്, ഞാൻ വിചാരിക്കുന്നു ഞാൻ എൻ്റെ സാധനങ്ങൾ ഒന്നും കൂടി നന്നായി സൂക്ഷിക്കണമെന്ന്. From now on I will be more responsible just like the robot. അപ്പോൾ ഇപ്പം മുതൽ ഞാൻ എൻ്റെ റോബോട്ടിനെ പോലെ തന്നെ എന്ത് ചെയ്യും, ഒന്നും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, തോട്ട്സ് ഓഫ് റിക്കി. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിക്കിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്താലാണ്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് റിക്കി നമുക്ക് നോക്കി നോക്കാം. റിക്കി ഈസ് എൻ 11-year-old boy who is playful and carefree, often leaving his things scattered around the house. അപ്പോൾ റിക്കി എന്ന് പറയുന്നത് 11 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ഒരു ആൺകുട്ടിയാണ്, കളിക്കുന്ന ഒരു കുട്ടിയാണ്. അവൻ്റെ സാധനങ്ങൾ എപ്പോഴും അവിടെ ഇവിടെയൊക്കെ ചെതറിയിട്ട് വീട്ടിൽ കിടക്കാറുണ്ട്. He is excited about having a robot butler at home, but when his favorite items start disappearing, he becomes suspicious and angry. അപ്പോൾ എന്താണ്, ഈ റിക്കി വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു പുതിയൊരു റോബോട്ട് വന്നപ്പോൾ. പക്ഷേ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഡിസപ്പിയർ ആകാൻ തുടങ്ങിയപ്പോൾ മുതൽ അവനക്ക് കുറച്ച് ദേഷ്യമൊക്കെ വന്നു. ഡിസ്പൈറ്റ് ഹിസ് ഇനീഷ്യൽ ഫ്രസ്ട്രേഷൻ, റിക്കി ഈസ് ക്യൂരിയസ് ആൻഡ് ഡിറ്റർമിൻഡ്. അപ്പോൾ ഇനീഷ്യലായിട്ട് കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിലും റിക്കി എന്താണ്, വളരെയധികം ക്യൂരിയസ് ആയിട്ടുള്ള ഡിറ്റർമിനൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഇവഞ്ച്വലി discovering that the robot was only thing to clean up his mess. അപ്പോൾ പിന്നെയാണ് അവൻ മനസ്സിലാക്കിയത് അവൻ്റെ മെസ്സായി കിടക്കുന്ന സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ ആരാണ്, റോബോട്ട് മാത്രമാണുള്ളത്. ദിസ് റിയലൈസേഷൻ മേക്ക് റിക്കി ഫീൽ അഷെയിംഡ്. അപ്പോൾ അത് അവനക്കൊരു അഷെയിമാക്കി, ഷെയിമാക്കി. ആൻഡ് ഹി ഡിസൈഡഡ് ടു ബിക്കം മോർ റെസ്പോൺസിബിൾ ആൻഡ് ഓർഗനൈസ്. അപ്പോൾ അവൻ എന്ത് വിചാരിച്ചു, ഈ റോബോട്ടിനെ പോലെ തന്നെ ഒന്നും കൂടിയും റെസ്പോൺസിബിളായി, ഒന്നും കൂടിയും ഓർഗനൈസ് ചെയ്ത് വെക്കാൻ അവൻ തീരുമാനിച്ചു. ഷോയിങ് ദാറ്റ് ഹി ഈസ് തോട്ട്ഫുൾ ബോയ് ഹു ലേൺസ് ഫ്രം ഹിസ് മിസ്റ്റേക്സ്. എന്താണ്, മിസ്റ്റേക്സിൽ നിന്നിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് അവനെ ഷോക്കേസ് ചെയ്യുന്നത്. ഓക്കെ തന്നെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തോട്ട്സ് ഓഫ് കാഫ്ക വെൻ ഹി സോ ദ ക്രൈയിങ് ഗേൾ. ക്രൈയിങ് ഗേളിനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന കാഫ്കയുടെ തോട്ട്സ് എഴുതാനാണ്. വെൻ കാഫ്ക സോ ദ ലിറ്റിൽ ഗേൾ ക്രൈയിങ് ബിക്കോസ് ഷി ഹാഡ് ലോസ് ഹെർ ഡോൾ ഹി ഫെൽ സാഡ് ഫോർ ഹെർ. അപ്പോൾ എന്താണ്, ഡോള് നഷ്ടപ്പെട്ടിട്ട് ആ കുട്ടി ഇങ്ങനെ വിഷമിച്ച് കരയുമ്പോൾ കാഫ്കക്ക് എന്താ, പാവം എന്ന് തോന്നി. ഹി വാണ്ടഡ് ടു കംഫർട്ട് ഹെർ ആൻഡ് മേക്ക് ഹെർ ഫീൽ ബെറ്റർ. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമായിരുന്നു, ഒന്നും കൂടി കംഫർട്ടബിൾ ആക്കിയിട്ട് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കണമായിരുന്നു. ഹി ക്വിക്ക്ലി തോട്ട് ഓഫ് എ വേ ടു ചിയർ അപ്പ് ബൈ പ്രിറ്റൻഡിങ് ദാറ്റ് ദ ഡോൾ ഹാഡ് ഗോൺ ഓൺ എ ജേർണി. അപ്പോൾ എന്താണ്, ഈ ഗേളിനെ ഒന്നും കൂടി ഹാപ്പി ആക്കാൻ വേണ്ടി, ഒന്നും കൂടി ചിയർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഡോൾ ഒരു ജേർണി പോയിക്കാന്നാണ് കാഫ്ക പറഞ്ഞത്. കാഫ്ക വാണ്ടഡ് ടു ബ്രിങ് എ സ്മൈൽ ടു ഹെർ ഫേസ് ആൻഡ് ഹെൽപ്പ് ഹെർ ഫോർഗോട്ട് ഹെർ സാഡ്നെസ്. അപ്പോൾ കാഫ്കക്ക് എന്താ വേണ്ടത്, കാഫ്കക്ക് ആ കുട്ടിയുടെ മുഖത്ത്, ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു ചിരി വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ആൻഡ് ഹെൽപ്സ് ഹെർ ഫോർഗോട്ട് ഹെർ സാഡ്നെസ്. എന്താണ്, അവരുടെ സാഡ്നെസ് മറക്കാൻ കൂടിയാണ് കാഫ്ക ഇങ്ങനെ ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.